അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അത് ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂണോളം ജിഞ്ചർ പൗഡറും. അതില്ലെങ്കിൽ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തോലും മതി. അത് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്തു. 1/2 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് തന്നെയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ലെമണും. അപ്പോൾ ഒരു വലിയ ലെമണായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പീസായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു ഹാഫ് ലെമണൊക്കെ പിഴിഞ്ഞ് വയ്ക്കുക. നന്നായി ഒന്ന് കുഴച്ച് ഇതൊരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ഓയിലൊന്ന് കുറച്ചൊന്ന് ഓയിൽ ഒഴിക്കാം. എന്നാൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല, എന്നാലും കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് കോൺഫ്ലോർ. അപ്പോൾ നമ്മൾ ചിക്കൻ എത്ര എടുത്തിട്ടുള്ള അതിനനുസരിച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചിക്കനൊന്ന് ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അധികം എണ്ണയില്ല, ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല, എന്നാലും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളിത് ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ആ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ്, ഒരു വലുതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാള ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. വഴന്ന് സോഫ്റ്റായി പോകുന്നു വേണ്ട, ചെറിയതായിട്ട് കടിക്കുന്ന രീതിയിൽ. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് എരിവ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെപ്പറോ മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കുക. കുറച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് ചൂടായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒരു പുട്ടിന് നനക്കില്ലേ, അതേപോലെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് എണ്ണ എല്ലാ പൊടിയിലും പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തിരുമ്പി എടുക്കുക കേട്ടോ. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. അത് നമുക്കിത് എന്താണ് സമൂസ ലീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള കുറച്ച് ചൂടാക്കിയ ഓയിലിൽ ഒഴിച്ച് പൊടി നനയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അത് ഇതിൻ്റെ ഒരു മാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓട്സാണ്. ഓട്സ് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചിക്കൻ ഉണ്ട് അതിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗാർലിക് പൗഡറും ഒരു 1/4 ടീസ്പൂൺ കുറച്ചൊക്കെ പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, ഇതിൻ്റെ പുറമത്തെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ച മാവിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് കുറച്ച് മൈദ, അപ്പോൾ അധികം വേണ്ട, എന്താ വെച്ചാൽ ഒരു മുട്ടയിലുള്ളൂ, കുറച്ച് മൈദ എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ലേശം പെപ്പർ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, എന്ന് വെച്ചാൽ ഇതിനൊന്നും അധികം ഉപ്പ് ആവശ്യമില്ല, ചെറിയതായിട്ട് മതി. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൈദ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ചെറിയൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേശം പാൽ, ഒരു 1/2 ടീസ്പൂൺ പാലൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത്ര ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ചെറിയ ബോൾസ് മതി കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ പത്തിരി പോലെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം.
ഇതുപോലെ ഒന്ന് കുറച്ച് തിന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ. അപ്പോൾ ഇതിന് എത്ര വലുപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മാവ് എടുത്ത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു പത്തിരിയായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ഈ 4 സൈഡിൽ നിന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കാം, ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കാം. ഇവിടെ നിന്നും ഇങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കണ്ട, രണ്ടും ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി മടക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഞാനൊരു കുറച്ചും കൂടി ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം ചെറുപ്പമൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത്തിരി ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചെറുതായിരിക്കും. കുറച്ച് വലിപ്പം കൂടിപ്പോയാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നല്ലോണം വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാനിതൊരു ചെറുതാക്കി എടുത്തിട്ട് നടുവിലായിട്ട് ഇതുപോലെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. അങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാം മടക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിൽ വേണ്ട കറക്റ്റ് ആ ഒരു 250 ഗ്രാം ചിക്കന് ആ ഒരു മുക്കാൽ കപ്പ് മൈദയൊക്കെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടേൻ്റെ മിക്സില്ലേ അതിലാദ്യം തന്നെ ഇതൊന്ന് മുക്കി കൊടുക്കുക. ഇത് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മുട്ടേൻ്റെ ഇതിൽ ഇത്തിരി മൈദ ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മുക്കിയതിന് ശേഷം ഈ ഓട്സിൻ്റെ മിക്സിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന രീതി കവർ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ, നല്ലൊരു ക്രിസ്പി ഉണ്ടാവും പുറത്ത്. എന്നാൽ അതിൻ്റെ ആ ഒരു മാവ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മൈദേൻ്റെ മിക്സില്ല ആ ഒരു മാവ് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ഒരു എണ്ണ ഒഴിച്ചിട്ട് ചൂടുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ആദ്യം ഞാൻ 2 ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ. ആ എണ്ണയിലാണ് നമുക്ക് അടുത്തതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നന്നായി വീർത്ത് നല്ലൊരു ബോക്സ് പോലെ വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ട അടിപൊളിയായിട്ട് വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നല്ലൊരു ബോക്സ് പോലെ ഇരിക്കും. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചിക്കന് കുറേ മസാല ഇട്ടിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചില്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്